ഇതില് waytonikah.com എന്ന് പറയുന്ന ഒരു മാട്രിമോണിയൽ സൈറ്റ് ഉണ്ട്. ഇതില് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ കുട്ടീന്റെ പ്രപ്പോസൽ ഇങ്ങനെ ഒരു ഇത് കണ്ടു. അതിന്റെ അടിസ്ഥാനത്തില് ഞാന് വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു. എന്റെ പേരൻസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. മദറിനെ കൊണ്ടുപോയി ഞാൻ കാണിച്ചു. യെസ്, മസ്കറ്റ് വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൽ കൊടുത്തുള്ള നമ്പറിൽ വിളിച്ച് സംസാരിച്ച് എന്റെ മദറാണ് ആദ്യം സംസാരിക്കുന്നത്. സംസാരിച്ചപ്പോ എന്തുകൊണ്ട് കുട്ടി ഇസ്ലാമോ സ്വീകരിച്ചു, എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് കുട്ടിയോട് തന്നെ ചോദിച്ചു. അല്ല, അതിൽ ഓൾറെഡി അതിൽ ഉണ്ടായിരുന്നു, ഇസ്ലാമോ സ്വീകരിച്ചതാണ് എന്നതിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അതെ, കൺവേർട്ടഡ് ആയിട്ടുള്ളതെന്നും കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇസ്ലാമോ സ്വീകരിച്ചത്. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ജെന്യൂൻ കേസാണോ എന്ന് നമുക്കറിയില്ല, അതിനപ്പുറം മറ്റു താല്പര്യങ്ങളോ മറ്റാരും എന്തെങ്കിലും കൊണ്ടുണ്ടായതാണെങ്കിൽ നമുക്ക് വേണ്ട. ജെന്യൂനായിട്ട് ഇസ്ലാം പഠിച്ചു വരുന്നതാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇതേ ഉള്ളായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്റ്റാൻഡ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയായിട്ട് സംസാരിച്ചു. അപ്പൊ അവള് കൃത്യമായി ഖുർആൻ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചതാണ് എന്നുള്ളത് മനസ്സിലായി. പിന്നീട് അത്തരത്തില് വിവാഹം മദർ സംസാരിച്ചതിന് ശേഷം ഇഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വാട്സപ്പ് വഴി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്രങ്ങൾ കൈമാറുന്നുണ്ട്. അതില് ഡേറ്റ് ഉൾപ്പെടെ ഓഗസ്റ്റ് 8 തോന്നുന്നു, ഐ തിങ്ക്. ആ ഡേറ്റ് ഉൾപ്പെടെ നമ്മൾ കോടതിയിൽ ഹാജരാക്കിയതാണ്, സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ. ഫീഡ്ബാക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കാൻ ഓർഡർ ഇട്ട് പരിശോധന നടന്നെയാണ്. നിങ്ങൾ ഇത് കാണുന്ന ഏത് മാസമാണ്? ഈ ഓഗസ്റ്റിലാണോ നിങ്ങൾ ഈ ഓഗസ്റ്റ് ഫസ്റ്റിൽ തന്നെ ഈ വെബ്സൈറ്റിൽ ഇത് കാണുന്നത്? അതിനുശേഷം നിങ്ങൾ അവരെ ഫോണിൽ ബന്ധപ്പെട്ട ഡേറ്റ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഡേറ്റ് എനിക്ക് വാട്സപ്പ് വഴി ചിത്രങ്ങൾ കൈമാറിയത് ഓഗസ്റ്റ് 8 അതിന്റെ ഡേറ്റ് നമ്മുടെ കയ്യിൽ വെച്ചു. വാട്സപ്പ് വഴിയിട്ട് ആരൊക്കെ? ഈ മദറും കുട്ടികളുടെ? അതെ, ഞാനും മദറും കുട്ടിയും ഇങ്ങനെ 3 പേര് തമ്മിൽ ഫോട്ടോ കാണുന്നു. ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നേരിട്ട് കൂടി കാണണം. നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിക്കാഹിലേക്ക് പോകാം എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നവംബറിൽ എന്റെ ജോബ് എനിക്ക് പുതിയൊരു ഇന്റർവ്യൂ കിട്ടി. ഇന്റർവ്യൂ പാസ്സായി വിസ ചേഞ്ച് ചെയ്യുന്നതിന് ഞാൻ നാട്ടിലേക്ക് വരികയാണ്. വരുന്ന സാഹചര്യത്തില് നമുക്ക് പെണ്ണ് കണ്ടിട്ട് അങ്ങനെ ഒരു പെണ്ണ് കാണാമെന്നൊരു തീരുമാനത്തിലെത്തുന്നു. അതിനുശേഷം നമ്മള് നാട്ടിലേക്ക് വരുന്നു. പിന്നെ എന്റെ ബന്ധുക്കളോടൊപ്പം ഞാൻ സഹോദരി ഉൾപ്പെടെയുള്ളവരോടൊപ്പം ഞാൻ നവംബർ 22 നാട്ടിൽ വരുന്നത്. നവംബർ 30 പോയി ഈ കുട്ടിയെ പെണ്ണ് കാണുന്നു. അപ്പൊ ഞങ്ങള് പരസ്പരം പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ നിക്കാഹ് കഴിക്കാൻ താല്പര്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് നിക്കാഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത് 2 മഹലിലേക്ക് ലെറ്റർ എഴുതി. സ്വാഭാവികമായി ഇസ്ലാമിക ആചാരപ്രകാരം ഒരു നിക്കാഹ് നടക്കണമെങ്കിൽ ഇത്തരത്തിൽ മഹലിന്റെ സമ്മതം വേണം. മാത്രമല്ല മഹല്ലാണ് അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു തരേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മഹലായി ചാത്തനാകുളം ജുമാ മസ്ജിദിലേക്കും പിന്നെ എന്റെ ഭാര്യയുടെ നിലവിൽ താമസിക്കുന്ന സ്ഥലം നിലനിൽക്കുന്ന മഹല്, അതായത് കോട്ടയ്ക്കൽ പുത്തൂര് ജുമാ മസ്ജിദ്, അപ്പൊ അവിടുത്തെ മഹല് കാളി, അവിടുത്തെ മൊത്തത്തിലുള്ള കാളി പാണക്കാട് സെയ്ദലി ശിഹാബ് തങ്ങളാണ്. അപ്പൊ പുള്ളിക്ക് നമ്മൾ ലെറ്റർ ഫോർവേഡ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തില് എന്റെ മഹലിൽ നിന്ന് എനിക്ക് ലെറ്റർ തന്നു. ഓക്കെയാണ്. അതായത് അടുത്ത മഹലിലേക്കാണ് ലെറ്റർ തരുന്നത്. ഇത്തരത്തില് ജലീലാണ്. പിന്നെ ആദ്യ വിവാഹമാണെങ്കിൽ ആദ്യ വിവാഹം, രണ്ടാം വിവാഹമാണെങ്കിൽ രണ്ടാം വിവാഹം. അപ്പൊ എന്റേത് ഫസ്റ്റ് മാരേജ് ആണ്. അപ്പൊ അത്തരത്തില് മെൻഷൻ ചെയ്തു. അങ്ങനെ കുറെ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ അടുത്ത അവരുടെ മഹലിൽ ചെന്നു. അവിടെ ചെന്നിട്ട് അവര് അപ്പോ പാണക്കാട് സെയ്ദലി ശിഹാബ് തങ്ങൾ തന്നെ അവിടുത്തെ ഇമാമിനെ, അതായത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തില് പുത്തൂർ ജുമാ മസ്ജിദ് ഇമാമിനെ വലിയായിട്ട് ഇരുത്തി. വിവാഹം നടത്തുന്നതിനൊരു വലിയ നിർബന്ധമാണ്. അത്തരത്തില് പുത്തൂർ ജുമാ മസ്ജിദ് ഇമാമാണ് വലിയ. പിന്നീട് ഇത്തരത്തില് ഞങ്ങളുടെ നിക്കാഹ് നടക്കുന്നു. ഡിസംബർ 19 ഞങ്ങളുടെ നിക്കാഹ് നടക്കുന്നു. നിക്കാഹ് നടന്നതിന് ശേഷം 2 ദിവസം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. പിന്നെ ഡിസംബർ 20 നമ്മള് കോട്ടയ്ക്കൽ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലേക്ക് നിക്കാഹ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒതുക്കുങ്ങൽ പഞ്ചായത്ത്, അതെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ഇത്തരത്തില്
നമ്മള് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് റെസിപ്റ്റ് കൈപ്പറ്റി ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് എന്റെ ഭാര്യയുടെ ലോയർ ഡിക്കറ്റ് വിളിച്ചിട്ട് പറഞ്ഞു 21-ാം തീയതി കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ഭാര്യയും ഹൈക്കോടതിയിലേക്ക് പോകുന്നു. പോയിട്ട് രാവിലെ തന്നെ കോടതി കയറിയപ്പോ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇതിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഡൈസിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഞങ്ങൾ പറയുന്നു, എന്റെ ഭാര്യയും പറയുന്നു, ഞങ്ങള് വിവാഹം കഴിഞ്ഞു, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു. പക്ഷേങ്കില് നിക്കാഹിന്റെ പിറ്റേ ദിവസമോ അന്നത്തെ ദിവസം തന്നെ നമ്മള് തലേത്തെ ദിവസം വരെ അച്ഛൻ വിളിക്കുന്നുണ്ട്, അച്ഛനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു നിക്കാഹിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നിക്കാഹിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ നിക്കാഹ് കഴിച്ചിട്ടുണ്ട്, ഞാൻ ഭർത്താവാണ്, എന്റെ പേര് ഷഫീൻ ജഹാൻ എന്നാണ്, എന്റെ അടുത്ത് വർക്ക് ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹവുമായി എന്റെ ഫോണിൽ അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചതാണ്.